കിലിയൻ എംബാപ്പെ ഞങ്ങളെ സഹായിക്കാൻ എത്തിക്കഴിഞ്ഞു. ഇനി ഓരോ ടൂർണമെന്റുകളിലും അദ്ദേഹത്തെ ടോപ്പ് സ്കോററാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സഹായിക്കാൻ പോകുന്നു. വിനീഷ്യസ് ജൂനിയറുടെ വാക്കുകളാണ് കിലിയൻ എംബാപ്പയെ കുറിച്ചിട്ട്. അതായത് റയൽ മാഡ്രിഡിലെത്തിയ മുതൽ പല രീതിയിലുള്ള വിവാദങ്ങൾക്കിടയായിട്ടുണ്ടായിരുന്നു എംബാപ്പെ. അദ്ദേഹം PSG കളിച്ചിരുന്ന ആ ക്വാളിറ്റി, ഫ്രഞ്ച് ഫുട്ബോളിന് വേണ്ടിയിട്ട് കളിച്ചിരുന്ന ആ ക്വാളിറ്റി ഒന്നും റയൽ മാഡ്രിഡിലെത്തിയ മുതൽ കിട്ടുന്നില്ല, കളിക്കുന്നില്ല എന്നുള്ളൊരു സംസാരം, ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വന്നത് മുതൽ അദ്ദേഹം തന്നെ ഒരു അസ്വസ്ഥതയിലായിരുന്നു കളികളിൽ. കാരണം നമ്മൾ പഴയ എംബാപ്പേൻ്റെ നേരെ കാണാതെയായി. ഇപ്പോൾ അവസാനം കളിച്ച 1-2 മത്സരങ്ങളിൽ അദ്ദേഹം പെർഫോമൻസ് കാഴ്ചവെച്ച് ഇന്നലെ ഒരു ഗോൾ ഉണ്ടായിരുന്നു, മുന്നത്തെ കളിയിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വരവിൻ്റെ പാതയിലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കിലിയൻ എംബാപ്പയെ കുറിച്ച് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടാണ്, എംബാപ്പെ ഞങ്ങളെ സഹായിക്കാൻ എത്തിക്കഴിഞ്ഞു. ഇനി ഓരോ ടൂർണമെൻറ്റുകളിലും അദ്ദേഹത്തെ ടോപ്പ് സ്കോററാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങുകയാണ് എന്ന്. വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എംബാപ്പെ കോംബോ റയലിൽ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സാൽസ്ബർഗിനെതിരെ 5-1 മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. കിലിയൻ എംബാപ്പയുടെ ഒരു ഗോളും വിനീഷ്യസ് ജൂനിയറുടെ 2 ഗോളും റോഡ്രിഗോയുടെ 1 ഗോളുമാണ് റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരനിരകളുടെ ഗോളുകളുടെ ആട്ടം കൊണ്ട് അവർ 5-1 മികച്ച വിജയം സ്വന്തമാക്കി. ഏതായാലും കിലിയൻ എംബാപ്പയെ കുറിച്ച് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ സംസാരിച്ചു കാണാൻ, അദ്ദേഹത്തെ ഇനി ടോപ്പ് സ്കോററാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സഹായിക്കാൻ പോകുന്നു എന്ന്.